ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജൈൻറ്റ് ഗൗരാമി മത്സ്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 7 അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ ഈ അസുഖം വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ, പിന്നെ ഈ അസുഖങ്ങൾ എങ്ങനെയൊക്കെ തടയാമെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൈൻറ്റ് ഗൗരാമികൾക്ക് വരാൻ സാധ്യതയുള്ള 7 അസുഖത്തിൽ ആദ്യത്തെ അസുഖമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് സ്പോട്ട് ഡിസീസാണ്. ഇതിനെ ഇച്ച് എന്നും പറയാറുണ്ട്. ഈ അസുഖത്തിന് കാരണമായിട്ട് വരുന്നത് ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. ഈ അസുഖത്തിന് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ അവരുടെ ശരീരത്തിലും അവരുടെ ഫിൻസിൽ, അതായത് ചിറകുകളിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഫുൾ ടൈം അക്വേറിയത്തിലോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കല്ലുകളോ ചെടികളോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളിൽ ഇവരുടെ ശരീരം ഇവർ ഉരച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ആ ഒരു ഇച്ച് വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് സ്പോട്ട് വന്ന സ്ഥലത്ത് നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഇവർ ഫുൾ ടൈം ഇവരുടെ ബോഡി ഇങ്ങനെ ഉരയ്ക്കുന്നത് കാണാം. പിന്നെ കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ചെകിളകൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതായത് പെട്ടെന്ന് തുറന്നടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഈ ഒരു വൈറ്റ് സ്പോട്ട് ഡിസീസിൻ്റെ സിംറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫിഷ് ടാങ്കിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം, ഫോർമാലിൻ പോലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ ഒരു 28 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു അസുഖത്തിൻ്റെ പ്രിവെൻഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ പുതിയ ഫിഷിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ക്വാറൻറ്റൈൻ ചെയ്യുക. ജൈൻറ്റ് ഗൗരാമി മത്സ്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് ഫിൻ റോട്ടാണ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഈ ഒരു അസുഖം സാധാരണയായിട്ട് വരുന്നത് വെള്ളം മോശമാകുമ്പോൾ തന്നെയാണ്. പിന്നെ മീനുകൾ കടിപിടി കൂടുന്ന സമയത്ത് അവരുടെ ഫിൻസിനെങ്ങാനും മുറിവോ കാര്യങ്ങളോ വരുമ്പോൾ അതിൽ നിന്നും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്, ഫിൻ റോട്ട് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിറകുകൾ അല്ലെങ്കിൽ ഫിൻസ് ഒരു വൈറ്റിഷ് കളറിൽ കാണാം. എഡ്ജ് ഭാഗത്ത് വൈറ്റിഷ് ആയിട്ട് ഇങ്ങനെ കാണാം. അതിങ്ങനെ കീറി മുറിഞ്ഞ് ചീഞ്ഞ് വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുക. API ബ്രാൻഡിൻ്റെ മെലാഫിക്സ് അല്ലെങ്കിൽ ഫ്യൂറാൻ 2 ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടാങ്കുകളിലൊക്കെ നമ്മൾ ഓവർ ക്രൗഡഡ് ആയിട്ട് തിങ്ങി നിറഞ്ഞ് മീനുകളെ ഇടാതിരിക്കുക. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലറായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുക. ഇനി മൂന്നാമത്തെ അസുഖമായിട്ട് വരുന്നത് ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസാണ്. ഇത് ജൈൻറ്റ് ഗൗരാമികൾക്ക് മാത്രമല്ല ഓസ്കാറുകൾക്കൊക്കെ വരാറുണ്ട്. ഈ ഒരു അസുഖം വരാനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആണ്, ഹെക്സാമിറ്റ എന്ന് പറയുന്ന പാരസൈറ്റ്. രണ്ടാമത്തെ പുവർ ഡയറ്റ്, അതായത് ഫുഡ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് മീനിന് കിട്ടാണ്ടാവുമ്പോൾ. പിന്നെ വെള്ളം മോശമാകുമ്പോൾ. ഈ ഒരു അസുഖത്തിൻ്റെ പ്രധാന സിംറ്റം അല്ലെങ്കിൽ ലക്ഷണമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുടെ തലയിൽ ഹോള് വരിക എന്നുള്ളതാണ്. അതായത് തലഭാഗത്തായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഓട്ട കാണാനായിട്ട് പറ്റും. ഒന്നിൽ കൂടുതലും വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്കാണ്. മെട്രോനിഡാസോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. വാട്ടർ ക്വാളിറ്റി അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഡയറ്റ്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ഫീഡ് ചെയ്യുക. ഇനി നാലാമതായിട്ട് വരുന്നത് ഡ്രോപ്സി എന്ന് പറയുന്ന അസുഖമാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു അസുഖം വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻ ഡാമേജ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അതായത് ആന്തരിക അവയവങ്ങളായിട്ടുള്ള കിഡ്നി പോലുള്ള സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുമ്പോഴും ഈ ഒരു അസുഖം വരാറുണ്ട്. ഈ ഒരു അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളുടെ ശരീരം ബലൂൺ പോലെ വീർത്തിട്ട് ഇവരുടെ ശരീരത്തിലെ സ്കെയിൽസ്, അതായത് ചെതുമ്പലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കാനായിട്ട് തുടങ്ങും. ഇതിനെ പൈൻകോൺ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ മീനുകൾ വളരെ വീക്കായിട്ട് മാറുകയും അതുപോലെ തന്നെ ഇവരുടെ കണ്ണുകൾ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് സാധാരണ സോൾട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എപ്സം സോൾട്ട് യൂസ് ചെയ്യാം, അതായത് ഉപ്പ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, അതിന് മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാം. പക്ഷേ പല സന്ദർഭങ്ങളിലും മീനുകളെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ക്വാളിറ്റി തന്നെയാണ്. അമോണിയ നൈട്രേറ്റൊക്കെ ചെക്ക് ചെയ്ത് സ്പൈക്ക് ആവാതെ നോക്കുക. അതുപോലെ തന്നെ മീനുകൾക്ക് ഓവർ ഫീഡ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യുക. ഇനി അഞ്ചാമതായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് സ്വിം ബ്ലാഡർ ഡിസോർഡർ ആണ്. ഈ ഒരു അസുഖം വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഓവർ ഫീഡിംഗ് ആണ്, 2 കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇൻഫെക്ഷൻ ആണ്. ഈ ഒരു അസുഖം വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കീഴായിട്ട് നീന്തുക, അല്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞ് നീന്തുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. തല കീഴായിട്ട് അല്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ക്വാളിറ്റി നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് 24 മുതൽ 48 മണിക്കൂർ മീനിന് ഫുഡ് കൊടുക്കാതെ ഫാസ്റ്റ് ചെയ്യുക. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ വേവിച്ച് തൊലി കളഞ്ഞ ഗ്രീൻ പീസ് ഫീഡ് ചെയ്യാവുന്നതാണ്. ഈ അസുഖം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇടയ്ക്കൊക്കെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക.
ഇനി ആറാമതായിട്ട് വരുന്നത് വെൽവെറ്റ് ഡിസീസാണ്. ഇതുണ്ടാക്കുന്നത് ഒഡീനിയം സ്പീഷീസിൽപ്പെട്ട ഒരു പാരസൈറ്റാണ്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് മീനിൻ്റെ ശരീരത്തിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു കോട്ടിങ് വരും. എന്നിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടായിരിക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വൈറ്റ് സ്പോട്ട് ഡിസീസിൽ പറഞ്ഞതുപോലെ ഇവരെ അക്വേറിയത്തിലുള്ള ഒബ്ജക്ട്സിന് എതിരായിട്ട് ഇവരുടെ ശരീരം ഉരച്ചുകൊണ്ടിരിക്കും. ചൊറിച്ചിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യേണ്ടത് അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ ലൈറ്റ് ഡിം ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറച്ച് റേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോപ്പർ ബേസ്ഡ് മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റ്. മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാമെങ്കിലും അത്ര എഫക്റ്റീവ് അല്ല. ഇതോടൊപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ മീനുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ക്വാറൻറ്റൈൻ ചെയ്തിട്ട് ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്യുക. ഇനി അവസാനത്തെ അസുഖമായിട്ട് ഏഴാമത് വരുന്നത് സ്കിൻ ഫ്ലൂക്സും അതുപോലെ തന്നെ ഗിൽ ഫ്ലൂക്സും ആണ്. ഇത് മീനുകളുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ ചെകിളുകളെയും ബാധിക്കുന്ന അസുഖമാണ്. ഈ അസുഖത്തിന് കാരണമായിട്ട് വരുന്നത് ഒരു പാരസൈറ്റാണ്. ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളുടെ ചെകിളുകൾ റെഡിഷ് കളറിലേക്ക് മാറിയിട്ട് അത് ഡാമേജ് ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീനുകൾക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇവരുടെ ശരീരം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചൊറിച്ചിൽ ഈ പാരസൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അക്വേറിയത്തിലുള്ള ഒബ്ജക്ട്സിലേക്ക് ഇവർ ശരീരം ഇട്ട് ഉരയ്ക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പ്രാസിക്വാൻറ്റിൽ എന്ന് പറയുന്ന ആൻറ്റി പാരസൈറ്റിക് മെഡിക്കേഷൻ യൂസ് ചെയ്യാം, ഫോർമാലിൻ സൊല്യൂഷൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഉപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.